പശ്ചിമേഷ്യ സമാധാന പാതയിൽ കരട് കരാറിൽ അമേരിക്കയും ഇറാനും ധാരണാപത്രം ഒപ്പിട്ടു. ഇതോടെ അമേരിക്ക സൈനിക നടപടികൾ അവസാനിപ്പിച്ച് ഹോർമൂസിലെ ഉപരോധവും പിൻവലിച്ചു. അതേസമയം ഇറാനിലെ ആണവായുധം തുടച്ചു നീക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 107 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനാണ് ഇതോടെ അവസാനമാകുന്നത്. 4 മാസക്കാലം നീണ്ട യുദ്ധത്തിന് വിരാമമിട്ടാണ് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് എത്തുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ ഉന്നമിടുന്ന സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഇറാനും യുഎസും തീരുമാനിച്ചു. ഇതുപ്രകാരം ഇരു കൂട്ടരും പരസ്പരമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കും. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വൈസ് പ്രസിഡന്റ് JD വാൻസും കരട് കരാറിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച ജനീവയിൽ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്നാണ് വിവരം. എല്ലാ കരാറുകളും ഒപ്പുവെച്ച് 4 മാസമായി അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് കപ്പലുകളുടെ സ്വതന്ത്ര യാത്രയ്ക്കായി വെള്ളിയാഴ്ചയോടെ തുറക്കും. ഹോർമൂസ് വഴി ഇറാനിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന കപ്പലുകളെ തടയുന്ന നടപടി US സൈന്യവും അവസാനിപ്പിക്കും. ഹോർമൂസിൽ ഇറാൻ വിധിച്ച മൈനുകൾ ഒഴിവാക്കിയ ശേഷമായിരിക്കും കപ്പലുകളുടെ യാത്ര. അതേസമയം സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ആദ്യ കപ്പലെന്ന നേട്ടം ദിശ എന്ന ഇന്ത്യൻ LNG ടാങ്കർ സ്വന്തമാക്കിയേക്കും. കഴിഞ്ഞ 3 മാസമായി ഹോർമൂസ് കടക്കാനാകാതെ പേർഷ്യൻ കടലിൽ കുടുങ്ങിയ കപ്പലാണ് ദിശ. മാർച്ച് 1 ഖത്തറിലെ റാസ്ലാഫിനിൽ നിന്ന് കയറിയ LNG ആണ് കപ്പലിലുള്ളത്. ഇതിനിടെ ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പായെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ നയതന്ത്രത്തിൽ ഏർപ്പെട്ടെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനിൽ ഒളിപ്പിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പുറത്തെടുത്ത് നശിപ്പിക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു. അമേരിക്ക ഇറാൻ കരാറിന്റെ ഒപ്പുവെക്കൽ ചടങ്ങിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. കരാറിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയും ഐക്യരാഷ്ട്രസഭയും സ്വാഗതം ചെയ്തു. അതിനിടെ കരാറിനെ തള്ളിക്കൊണ്ട് ഇസ്രയേൽ മന്ത്രിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. ലെബനനിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇസ്രയേൽ നിലപാട്. ഇറാൻ US കരാറിൽ ലെബനനിലെ വെടിനിർത്തലടക്കം ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. USഉം ഇറാനും തമ്മിൽ ഒപ്പിടുന്ന സമാധാന ഡീൽ ഇസ്രയേലിനും ബാധകമാണ്. ഇസ്രയേൽ ഇറാനിലും ലെബനനിലും നടത്തുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണം. ഇതിനിടെ കരാർ യാഥാർത്ഥ്യമാകുന്നുവെന്ന് ഉറപ്പായതോടെ ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.